ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ വീഡിയോ ചക്ക സീസണൊക്കെ അല്ലേ, അപ്പം നല്ലൊരു ചക്ക ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളെ സപ്പോർട്ടും വേണം നമുക്ക്. അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചക്കയുടെ കുരുക്കെ കളഞ്ഞ് ക്ലീനാക്കി ചക്ക കേട്ടോ. അപ്പം ഈ ക്ലീനാക്കി ചക്കത മിക്സിക്ക് ഇട്ട് കൊടുക്കുക. ഒരാൾ ഐസ്ക്രീം ഉണ്ടാക്കി പറഞ്ഞാൽ ആ ഒരു ആവേശത്തിൽ അവിടെ ഇരിക്കേട്ടാ. അപ്പോൾ നമുക്കിത് അത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് എത്ര ചക്ക ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ അരക്കണതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് മിൽക്കി മേഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. മിൽക്കി മേഡ് മാത്രമല്ല, പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെന്ന ബോട്ടിൽ മൊത്തം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ചക്ക നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം മധുരമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ മിൽക്കി മേഡിൻ്റെയും ചക്കയുടെയും കൂടിയിട്ടുള്ളൊരു മധുരം ഉള്ളത്. പക്ഷേ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ ആ മധുരം കുറയും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ മിക്സി ഇട്ട് അടിക്കുക. ഞാൻ ഇവിടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. നല്ല ബീറ്റാക്കി ഇതാക്കണ്ട, ഒരു അത്യാവശ്യം നമുക്കത് നല്ല മിക്സ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീമിൻ്റെ കട്ടൊക്കെ ഒന്ന് ഒടിഞ്ഞ് എല്ലാം കൂടി നല്ല മിക്സ് ആവണ വരെ ഒന്ന് നല്ല വിധം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് തേന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളത്. പിന്നെ ഞാൻ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ ഐസ്ക്രീമിൻ്റെ ഡപ്പുണ്ട്, അപ്പോൾ അതിൽ തന്നെ ഇത് ഒഴിച്ച് ഇതാക്കി എടുക്കുക കേട്ടോ. അത് നമ്മൾ കഴുകിയ വെള്ളമൊന്നും വേണ്ട, കാരണം കഴുകിയ വെള്ളമൊക്കെ നല്ല വൃത്തിയിൽ ആ ഡപ്പയത്തൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ട്രൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചക്ക, ഇതൊരു പഴഞ്ചക്കയായിരുന്നു. പഴഞ്ചക്ക ആയ കാരണം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ പകരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോളും കൂടി ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫീസറിൻ്റെ ഉള്ളിൽ വെക്കാം. ഇതൊന്ന് കറക്റ്റ് സെറ്റായി വന്ന് ഞാനൊരു വൈകിട്ടൊക്കെ ഉണ്ടാക്കിയത്, പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റിന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീം ആട്ടത്. പിന്നെ ചക്കയുടെ ഫ്ലേവർ ആൾക്കാർക്ക് ഇഷ്ടമാവും. നിങ്ങൾ എപ്പോഴെങ്കിലും ചക്ക ഇട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുക. ഇഷ്ടമെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളെ കമൻറ്റ് ഒന്ന് അറിയാം.